അതെ. ഇത്ര സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റില് നമുക്ക് ഒരു സലാഡ് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ സലാഡ് ഉണ്ടാക്കുന്നത് എന്ത് വെച്ചിട്ടാന്ന് വെച്ചാല് നല്ല അടിപൊളി ക്യുക്കുംബറും ഒണിയനും വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് വീഡിയോ കാണുന്നതിനിപ്പുറം പുതിയതായിട്ട് കാണുന്നവരും ഇനി നമ്മുടെ ചാനൽ സബ് ചെയ്യാത്തവരും എല്ലാവരും ഒന്ന് ആദ്യം നമ്മുടെ കൊച്ചടുക്കള ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സലാഡ് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ അതിനായിട്ട് ഒരു കുക്കുംബറും ഒരു ഒണിയനും എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല കുനുകുനാന്ന് നമുക്ക് അരിഞ്ഞെടുക്കണം. ദേ ഈ കാണുന്നത് പോലെ അരിഞ്ഞെടുത്തേച്ചാൽ മതി. നമുക്ക് സവാള നല്ല ചെറുതായിട്ട് ഇച്ചിരി കട്ടി ഉരച്ചിട്ട് വേണം അരിയാൻ. അപ്പോഴാണ് കുറച്ചുകൂടി ആ ടേസ്റ്റ് നന്നായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് സലാഡ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ അതിന് നമ്മൾ ഒണിയൻ ഇട്ട് കൊടുത്തു. ഇനി കുക്കുംബറും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി വേണം. ഓവറായിട്ടൊന്നും വേണ്ട. ആവശ്യത്തിന് അളവ് കുറച്ച് മാത്രം എടുക്കുക. ഇനി നമുക്കിത് മിക്സ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വിനാഗിരി ഇല്ലാത്തവർക്കാണെങ്കിൽ കുറച്ച് നാരങ്ങാനീര് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇതിന്റെ കൂട്ടത്തിൽ ഇനി എരിവിനായിട്ട് വേറെ സ്പൈസസ് ഒന്നും നമ്മൾ ചേർക്കുന്നൊന്നുമില്ല. ഇതിന് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് തേണ്ടേ ഈ കാണുന്ന പോലെ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആണ്. വെറുതെ കഴിക്കാനോ ചപ്പാത്തിയുടെ കൂടെയോ ഇനി ബിരിയാണിയുടെ കൂടെയോ മന്തിയുടെ കൂടെയോ എന്തിന്റെ കൂടെ വേണേലും പോകും. അത്രയ്ക്കും അടിപൊളി ടേസ്റ്റ് ആണ് ഈ ഒരു സലാഡിന്. അപ്പൊ പെട്ടെന്ന് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളുക. കൂടാതെ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ തീർച്ചയായിട്ടും സലാഡൊക്കെ ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സലാഡാണ്. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ ഇത് ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഓക്കെ, ബായ്.